ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക്കാണ് ഷ്രിങ്ക് ഫിറ്റ് സിലിണ്ടേഴ്സ് എന്നുള്ള ടോപ്പിക്ക്. സോ ഇതെന്താണെന്നുള്ളത് നമുക്ക് അതിൻ്റെ പേര് തന്നെ ഉണ്ട്. ഷ്രിങ്ക് ഫിറ്റ് എന്താണെന്നുള്ളത് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം. എന്തായാലും അതിനു മുമ്പ് നിങ്ങൾ എന്താണ് ബേസിക് ആയിട്ട് തിക് സിലിണ്ടറിൻ്റെ കുറച്ച് അടിസ്ഥാനപരമായിട്ടുള്ള ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, എന്നാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കും. പക്ഷേ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഈസിലി മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, സോ നമുക്ക് എന്താ ഷ്രിങ്ക് ഫിറ്റ് സിലിണ്ടർ നോക്കാം. അപ്പോൾ ആദ്യം എനിക്കൊരു ഷാഫ്റ്റും ഹബ്ബും അസംബിൾ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ ഷാഫ്റ്റ്. ഓക്കെ, ഷാഫ്റ്റ്. ആൻഡ് ഇതാണ് നമ്മുടെ ഹബ്ബോ ഇല്ലെങ്കിൽ ഹോള്, ഹബ്ബ്. അപ്പോൾ എനിക്ക് എന്താണ് ഈ ഷാഫ്റ്റിനെ ഹബ്ബിലേക്ക് ഇൻസേർട്ട് ചെയ്യണം ഇല്ലെങ്കിൽ ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചില ആപ്ലിക്കേഷനിൽ എന്താണ് ആപ്ലിക്കേഷൻ എന്നുള്ളത് ഞാൻ അടുത്ത സ്ലൈഡിൽ പറയാം. ചില ആപ്ലിക്കേഷനിൽ നമുക്ക് ഷാഫ്റ്റിൻ്റെ സൈസ് കൂടുതലും ഹബിൻ്റെ സൈസ് കുറവ് കാണിക്കും, അല്ലെങ്കിൽ ഹോളിൻ്റെ സൈസ് കുറവായിരിക്കും. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നമുക്ക് പോസിബിൾ ആണോ ശരിക്കും ഒരു ഷാഫ്റ്റിൻ്റെ ഹബിലേക്ക് ഫിറ്റ് ചെയ്യാൻ? പ്രാക്ടിക്കലി ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് രണ്ട് മെത്തേഡ് വെച്ചിട്ടാണ് ഇത് ആ ഒരു ഷാഫ്റ്റിൻ്റെ ഹബിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുക. ഒന്നെങ്കിൽ നമുക്ക് പ്രസ് ഉപയോഗിച്ചിട്ട് പ്രസ് ഫിറ്റ് ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യേണ്ട ഒരു ടെക്നിക്കാണ് എന്ത്, ഈ ഒരു ഷ്രിങ്ക് ഫിറ്റ് എന്ന് പറഞ്ഞ ടെക്നിക്ക്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്, പ്രസ് ഫിറ്റ് അല്ല. അപ്പോൾ ഷ്രിങ്ക് ഫിറ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് ഈ ഷ്രിങ്ക് ഫിറ്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ബേസിക് മെറ്റലിൻ്റെ പ്രോപ്പർട്ടി ഉണ്ട്. എന്താണ് ബേസിക് മെറ്റലിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഏതൊരു മെറ്റലിനും നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്ത് കൊടുത്താൽ എന്ത് സംഭവിക്കും? അത് എക്സ്പാൻഡ് ചെയ്യുകയാണോ ചെയ്യുക അതോ കൺട്രാക്ട് ചെയ്യുകയാണോ ചെയ്യുക? അത് ഒബ്വിയസ്ലി അത് ആ ഒരു മെറ്റൽ എക്സ്പാൻഡ് ആകും അല്ലേ? അപ്പോൾ എനിക്ക് ഈ ഒരു ഷാഫ്റ്റിനെ ഹബിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഷാഫ്റ്റിൻ്റെ സൈസ് എന്തായിരിക്കണം? കുറയണം അല്ലേ? അപ്പം ഞാൻ ഷാഫ്റ്റിനെ എന്ത് ചെയ്താലാണ് സൈസ് കുറയാം? ഹീറ്റ് ചെയ്താലാണോ കൂൾ ചെയ്താലാണോ സൈസ് കുറയാം? തീർച്ചയായും അത് കൂൾ ചെയ്താലാണ് ഷാഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സൈസ് കുറയാം അല്ലേ? അപ്പോൾ ഷാഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്ത് ചെയ്യണം? കൂൾ ചെയ്യണം അല്ലേ? കൂൾ ചെയ്താലാണ് സൈസ് കുറയാം. സൈസ് കുറഞ്ഞാലാണ് എനിക്ക് ആ ഹോളിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റാം അല്ലേ? ഇനി ഹബിനെ സംബന്ധിച്ചിടത്തോളം എന്താ? ഹബ്ബോ ഇല്ലെങ്കിൽ ഹോള്, ഓക്കെ, രണ്ടും തന്നെയാണ്. ഹബിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താ ചെയ്യേണ്ടത്? കൂൾ ചെയ്യണോ വേണ്ടത്? ഒരിക്കലും അല്ല. ഹബിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ ഹബിനെ ഹീറ്റ് ചെയ്യണം, എന്നാലും ആ ഹബിൻ്റെ ഡയമീറ്റർ കൂടുള്ളൂ അല്ലേ? അപ്പോഴാണ് എനിക്ക് ഈസിലി ആ ഷാഫ്റ്റിനെ അതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഹബിനെ ഹീറ്റ് ചെയ്ത്, അപ്പോൾ എന്ത് സംഭവിച്ച്? സൈസ് കൂടി. ഓക്കെ, അപ്പോൾ എനിക്ക് എന്താണ് ഈസിലി അതിനെ ഫിറ്റ് ചെയ്യാൻ പറ്റും. വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ആ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ആ ഒരു അസംബ്ലിനെ എടുത്തിട്ട് റൂം ടെമ്പറേച്ചറിൽ വെച്ച്. ഓക്കെ, അപ്പോൾ ഈ റൂം ടെമ്പറേച്ചറിൽ വെച്ച് എന്ത് സംഭവിക്കും? ഷാഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അത് ഹീറ്റ് ആവുകയും ചെയ്യും, ഹബിനെ സംബന്ധിച്ചിടത്തോളം അത് കൂളാവുകയും ചെയ്യും അല്ലേ? അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻസ് വീണ്ടും പഴയപടിയാവാൻ നോക്കുമ്പോൾ പഴയപടിയാവാൻ കഴിയുമില്ല. കാരണം എന്താണ്? ഇത് ഓൾറെഡി ഷാഫ്റ്റ് അതിൻ്റെ അകത്തേക്ക് കയറി നിൽക്കുകയാണ് അല്ലേ? അപ്പോൾ ഷാഫ്റ്റിൻ്റെ ആ ഒരു ഹബിൽ ഫിറ്റായി കിടക്കും. അപ്പോൾ നമ്മൾ കൂൾ ചെയ്തിട്ട് ഫിറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ എന്ത് പറയുക? ഷ്രിങ്ക് ഫിറ്റ് എന്ന് പറയുന്നത്. ഷ്രിങ്ക് പറഞ്ഞാൽ എന്താണ്? ചുരുക്കുക അല്ലേ? ചുരുക്കിയിട്ട് നമ്മൾ അതിനെ ഫിറ്റ് ചെയ്തൊക്കെ ചെയ്തത്. അങ്ങനത്തെ ഒരു ടെക്നിക്കാണ് നമ്മൾ ഷ്രിങ്ക് ഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷ്രിങ്ക് ഫിറ്റിൽ ബേസിക്കലി രണ്ട് ഹോളോ സിലിണ്ടേഴ്സിനെയാണ് നമ്മൾ ഇവിടെ ഫിറ്റ് ചെയ്യുന്നത്. ചിലപ്പം ഒരു സോളിഡ് ഷാഫ്റ്റും അതിന് പുറമെ ഒരു ഹോളോ സിലിണ്ടറും ആയിരിക്കും. എന്തായാലും നമ്മൾ ബേസിക്കലി ഒരു രണ്ട് ഡിഫറെൻറ്റ് സിലിണ്ടേഴ്സിനെയാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഈ രണ്ട് ഡിഫറെൻറ്റ് സിലിണ്ടേഴ്സിലും രണ്ട് ഡിഫറെൻറ്റ് സ്ട്രെസ് ആയിരിക്കും ആക്ട് ചെയ്യുക. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഉള്ളിലുള്ള ഷാഫ്റ്റ് ഇല്ലേ, നമ്മുടെ ഷാഫ്റ്റ്, ഈ ഷാഫ്റ്റ് ഞാൻ പറഞ്ഞു കൂൾ ചെയ്തിക്കുക എന്ന് പറഞ്ഞു അല്ലേ? കൂൾ ചെയ്ത് അതായത് റൂം ടെമ്പറേച്ചറിനേക്കാൾ താഴെ കൂൾ ചെയ്ത്, അപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിൽ എന്ത് സ്ട്രെസ് ഉണ്ടാവുക? അത് നമ്മുടെ ഷാഫ്റ്റ് ഞാൻ ഈ റെഡിങ് കൊണ്ട് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, നോക്കുക, ഈ റെഡിങ് കൊണ്ട് മാർക്ക് ചെയ്യുന്നത്. ഈ ഷാഫ്റ്റ് ഞാൻ ഓൾറെഡി കൂൾ ചെയ്ത് വെച്ച് ഇരിക്കുകയായിരുന്നു. അപ്പോൾ റൂം ടെമ്പറേച്ചറിൽ വെക്കുമ്പോൾ എന്ത് സംഭവിക്കും? അത് എക്സ്പാൻഡ് ചെയ്യും അല്ലേ? അപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ എന്ത് സ്ട്രെസ് ആക്ട് ചെയ്യും? ടെൻസൈൽ സ്ട്രെസ് ആക്ട് ചെയ്യും. ഓർക്കുക, ഷാഫ്റ്റ് കൂൾ ചെയ്ത ഷാഫ്റ്റിനെ റൂം ടെമ്പറേച്ചറിലേക്ക് വെക്കുമ്പോൾ അത് ഹീറ്റ് ആകും. അപ്പോൾ അതിൽ ടെൻസൈൽ സ്ട്രെസ് ആണ് ആക്ട് ചെയ്യുക. അതിനെ ഞാൻ മാർക്ക് ചെയ്ത് റെഡിങ് കൊണ്ട്. ഓക്കെ, ഇനി ഹബിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഹബിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ? അതിൻ്റെ റൂം ടെമ്പറേച്ചറിൽ വെച്ച് സംഭവിക്കും? അതിൻ്റെ ടെമ്പറേച്ചർ കുറയും അല്ലേ? ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ സൈസ് കുറയും. സൈസ് കുറയുമ്പോൾ അതിൽ എന്ത് സൈസ് ഇങ്ങനെ കുറയുന്നത്? അതിലൊരു കംപ്രസീവ് സ്ട്രെസ് ആക്ട് ചെയ്യുമ്പോഴാണ്
അതിൽ സൈസ് കുറയുന്നത്. ഓക്കെ, ഈ ഹീറ്റ് കൊടുക്കുമ്പോൾ ഇങ്ങനെ സ്ട്രെസ് വരുന്നതൊക്കെ എന്നുള്ളത് തെർമൽ സ്ട്രെസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ MOS പഠിച്ചാണ്, അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ പഠിച്ചാണ് അല്ലേ. ഹീറ്റ് കൊടുക്കുമ്പോൾ അതിലൊരു സ്ട്രെസ് ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ആ ഒരു സ്ട്രെസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ഫിറ്റിംഗ് പോസിബിൾ ആക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ എന്താന്നുള്ള ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത സ്ലൈഡിൽ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. ഓക്കെ, സ്ട്രിങ് ഫിറ്റിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. സ്ട്രിങ് ഫിറ്റ് എങ്ങനെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ കൂളിംഗ് ദി ഷാഫ്റ്റ്. കൂളിംഗ് ദി ഷാഫ്റ്റ് അതായത് ലാർജർ ഇൻസൈഡ് മെമ്പർ ആൻഡ് ഹീറ്റിംഗ് ഹബ്ബ് അല്ലേ, സ്മോളർ ഔട്ട്സൈഡ് മെമ്പർ. ദെൻ 2 cylinders can be assembled, വൺ ഫിറ്റിംഗ് ഇൻസൈഡ് ദി സിലിണ്ടർ. അതായത് അതിനുശേഷം നമ്മൾ ഈ ഒന്നിനെ ഹീറ്റ് ചെയ്യുകയും ചെയ്ത് ഒന്ന് കൂൾ ചെയ്യുകയും ചെയ്ത് എന്നിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്ത് റൂം ടെമ്പറേച്ചറിൽ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? സ്ട്രിങ് ഫിറ്റ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സ്ട്രിങ് ഫിറ്റ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഓൾ റൈറ്റ്. ഇനി ഇൻ ദിസ് ഷാഫ്റ്റ് അണ്ടർഗോസ് കംപ്രഷൻ. അതായത് ഷാഫ്റ്റ് എന്ത് സംഭവിക്കും? കംപ്രസീവ് സ്ട്രെസ് ആയിരിക്കും അതിന് മുകളിൽ ആക്ട് ചെയ്യുക. ഇനീഷ്യലി നമ്മൾ ഹീറ്റ് കൊടുത്താൽ അല്ല കൂൾ ചെയ്താൽ അത് ഇനീഷ്യലി സൈസ് ചെറുതാവാണ് ചെയ്യുന്നത്. അതുപോലെ ഹബ്ബിനെ സംബന്ധിച്ചിടത്തോളം അത് എക്സ്പാൻഷനാണ് സംഭവിക്കുന്നത്. നമുക്കത് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹബ്ബിൻ്റെ സൈസ് കൂട്ടണം. അപ്പോൾ നമ്മൾ ഹീറ്റ് കൊടുക്കുന്നു. അപ്പോൾ അതാണ് ആ രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. ദർ ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പ്രഷർ അറ്റ് ദി മേറ്റിംഗ് സർഫസ്. അതായത് അത് റൂം ടെമ്പറേച്ചറിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ആ ഹബ്ബ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഹബ്ബ് കൺട്രാക്ട് ചെയ്യുമ്പോഴുള്ള സ്ട്രെസ്സും അതുപോലെ ഷാഫ്റ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോഴുള്ള സ്ട്രെസ്സും ഈക്വൽ ആയിരിക്കും റൂം ടെമ്പറേച്ചറിലേക്ക് അത് അച്ചീവ് ചെയ്യുമ്പോൾ. അതാണ് മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്. അതുപോലെ ഇതിൽ ക്രിട്ടിക്കൽ സ്ട്രെസ് ഉണ്ടാകും. അത് എവിടെയായിരിക്കും ഉണ്ടാകുക? ഇന്നർ ഡയമീറ്റർ ഓഫ് ഹബ്ബിലായിരിക്കും ക്രിട്ടിക്കൽ സ്ട്രെസ് ഉണ്ടാകുക. ആ ഒരു പോയിന്റ് തന്നെ ആയിരിക്കും എന്തുണ്ടാകുക? മാക്സിമം ഹൂപ്പ് സ്ട്രെസ്സും ഉണ്ടാകുക. സിഗ്മ തീറ്റ മാക്സും അവിടെ തന്നെ ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാകുക. അതായത് ഹബ്ബിൻ്റെ ഇൻസൈഡ് ഡയമീറ്ററിലായിരിക്കും ഹൂപ്പ് സ്ട്രെസ് മാക്സിമം ആയിരിക്കുക. ഈ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കുക. പിന്നെ ഇൻ്റർഫറൻസ് എന്താണെന്നുള്ളത്, ഇൻ്റർഫറൻസ് ഫിറ്റിൻ്റെ ഈ ഒരു കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ദ ഡയമട്രിക്കൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഷാഫ്റ്റ് ആൻഡ് ഹബ് ഈസ് റെഫേർഡ് ആസ് ഇൻ്റർഫറൻസ് ഫിറ്റ്. അതായത് നമ്മളൊരു ചെറിയൊരു ഡയമെൻഷൻ ഡിഫറൻസ് വരുന്നുണ്ട് നമ്മളെ ഫിറ്റ് ചെയ്യുമ്പോൾ ഇല്ലേ. അപ്പോൾ ആ ഒരു ഡയമെൻഷൻ ഡിഫറൻസിനെയാണ് നമ്മൾ ഇൻ്റർഫറൻസ് ഫിറ്റ് എന്ന് പറയുന്നത്. ഹോളിനെ സംബന്ധിച്ചിടത്തോളം അതിന് ചെറുതായിട്ട് എന്താണ് ഒരു ഡയമെൻഷൻ കുറയുന്നുണ്ട് അല്ലേ. ഷാഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ചെറുതായിട്ട് ഡയമെൻഷൻ കൂടുന്നുമുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഫിറ്റ് ഇൻ്റർഫറൻസ് ഫിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതിൻ്റെ കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളും നമുക്കൊന്ന് പഠിക്കാനുണ്ട്. കാരണം നമുക്കിത് വെച്ചിട്ട് ഒരു പ്രോബ്ലം കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് ആ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഗവേണിംഗ് ഇക്വേഷൻ പറയുന്നതിന് മുമ്പ് വിട്ടുപോയി അപ്ലിക്കേഷൻസ് ഓഫ് സ്ട്രിങ് ഫിറ്റ് സിലിണ്ടർ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ സ്ട്രിങ് ഫിറ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളത് നമുക്കൊന്ന് അറിയണം. ഇല്ലെങ്കിൽ അതിൻ്റെ അപ്ലിക്കേഷൻസ് ഏതൊക്കെ മേഖലകളിലാണെന്നുള്ളത് നമുക്കറിയണം. ഒന്ന് നമ്മുടെ ഈ വുഡൻ കാർട്ടിൻ്റെ വീലിൽ ആ ഒരു വീലും റോട്ടയറും നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡ് വെച്ചിട്ടാണ്. പിന്നെ വരുന്നൊരു മറ്റൊരു മെത്തേഡാണ് എന്ത് തിക്ക് വാൾഡ് വെസൽസ് ടു വിത്ത്സ്റ്റാൻഡ് ഹൈ പ്രഷർ. അതായത് നമ്മുടെ തിക്ക് ബോയിലർ, ഈ ബോയിലറിനൊക്കെ സംബന്ധിച്ചിടത്തോളം എന്താണ് വളരെ ഹൈ ടെമ്പറേച്ചർ പ്രഷറിൽ ഓപ്പറേറ്റ് ചെയ്യുന്നൊരു ഡിവൈസാണ് ഈ ബോയിലർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ സാധാരണ ഒറ്റ സിംഗിൾ തിക്ക് സിലിണ്ടർ ആക്കി യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനത്തെ ഷ്രിങ്ക് ഫിറ്റ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമ്മളതിനെ കോമ്പോസിറ്റ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ലെയേഴ്സ് ഓഫ് തിക്ക് സിലിണ്ടർ ആയിട്ടാണ് നമ്മൾ ഈ ഹൈ പ്രഷർ ബോയിലേഴ്സിനൊക്കെ കൺസ്ട്രക്ട് ചെയ്യുക. ഓക്കെ, അതല്ലാതെ ഒറ്റയടിക്ക് നമ്മൾ അത്രയും തിക്നെസ് ഉള്ള ഒരു സിലിണ്ടറിനായിരിക്കില്ല യൂസ് ചെയ്യുക. മൾട്ടിപ്പിൾ സിലിണ്ടർ ആയിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യാം എന്ന് അറിഞ്ഞിരിക്കുക ഈ കാര്യം. പിന്നെ അതുപോലെ ഹൈ പ്രഷർ ഫ്ലൂയിഡ്സ് ക്യാരി ചെയ്യുന്ന പൈപ്പുകളിലും അതുപോലെ കൊറോസീവ് ഫ്ലൂയിഡ്സ് ക്യാരി ചെയ്യുന്ന പൈപ്പുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ഷ്രിങ്ക് ഫിറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് തിക്ക് സിലിണ്ടേഴ്സിനെ അറേഞ്ച് ചെയ്ത് വെക്കും. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഷ്രിങ്ക് ഫിറ്റ് സിലിണ്ടറിൻ്റെ അപ്ലിക്കേഷൻസ്. ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇതിൻ്റെ തിയറി പാർട്ട് ഇതുവരെ ചോദിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഇത്രയും കാര്യങ്ങൾ ഷ്രിങ്ക് ഫിറ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എടുത്തു തന്നത്. നമുക്ക് ഇതിൻ്റെ പ്രോബ്ലമാണ് ഒരു പ്രാവശ്യം ചോദിച്ചത്. അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. സോ നമുക്കിവിടെ അടുത്തതായിട്ട് ജനറൽ ഇക്വേഷൻ ഓഫ് റേഡിയൽ ഇൻ്റർഫറൻസ് എന്താണെന്ന് കണ്ടുപിടിക്കാം. അതായത് ഞാൻ പറഞ്ഞ ഈ നമ്മുടെ ഒരു
നമ്മുടെ ഒരു സ്ട്രിങ് ഫിറ്റ് സിലിണ്ടർ മേക്ക് ചെയ്യുമ്പം അതിലെന്താണ് ഒരു ഡയമെൻഷനിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞേ. ആ ഒരു ഡയമെൻഷനിൽ വരുന്ന അല്ലെങ്കിൽ ആ ഒരു ഡയമീറ്ററിൽ വരുന്ന വേരിയേഷനെയാണ് നമ്മൾ എന്ത് പറയാം, ഇൻ്റർഫറൻസ് എന്ന് പറയാം അല്ലേ. അപ്പം ടോട്ടൽ ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ടോട്ടൽ ഇൻ്റർഫറൻസ് നമ്മൾ ഡെൽറ്റ വെച്ചിട്ടാണ്, ടോട്ടൽ റേഡിയൽ ഇൻ്റർഫറൻസ് നമ്മൾ ഡെൽറ്റ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യാം. അതെന്ന് പറഞ്ഞാൽ എന്താണ്, സം ഓഫ് ഡെൽറ്റ 1 പ്ലസ് ഡെൽറ്റ 2 ആണ്. അപ്പോൾ ഈ ഡെൽറ്റ 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ 1 എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ഇൻ റേഡിയസ് ഓഫ് ഷാഫ്റ്റിൻ്റെ റേഡിയസ് എത്രത്തോളം കുറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ ഡെൽറ്റ 1 കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ ഡെൽറ്റ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻക്രീസ് ഇൻ റേഡിയസ് ഓഫ് ഹബിൻ്റെ റേഡിയസ് എത്രത്തോളം കൂടി എന്നാണ് നമ്മൾ ഡെൽറ്റ 2 കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് മൊത്തമായിട്ടുള്ള റേഡിയൽ ഇൻ്റർഫറൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് വേണം? ഈ രണ്ടെണ്ണത്തിൻ്റെയും ജസ്റ്റ് സം എടുത്താൽ മതി, ആൾജിബ്രിക് സം എടുത്താൽ മതി. ഓക്കെ, എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം മതി നമുക്ക്. ഡിക്രീസ് ചെയ്യുന്നത് നെഗറ്റീവ് ആണെന്നൊന്നും വേണ്ട, ജസ്റ്റ് അതിൻ്റെ മോഡുലസ് എടുക്കുക, എന്നിട്ടാണ് നമുക്ക് അതിൻ്റെ ഇത് വേണ്ടത്. ഓക്കെ, ഇനി ഇത്ത ഷാർപ്പ്, അതിനു മുമ്പ് ഞാനിവിടെ കുറച്ച് മാർക്കിങ്സ് മാർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഇതാണ് നമ്മുടെ സ്ട്രിങ് ഫിറ്റ് എന്ന് കരുതാം. ആൻഡ് നമ്മുടെ ഇന്നർ സിലിണ്ടറിൻ്റെ ഇന്നർ റേഡിയസ് ആണ് എ എന്നുള്ളത്. അതുപോലെ ആ സ്ട്രിങ് ഫിറ്റ് ചെയ്യുന്ന ജംഗ്ഷനിലെ റേഡിയസ് ആണ് ബി. ഓക്കെ, എ ബി. ആൻഡ് അതുപോലെ ഔട്ട്സൈഡുള്ള ആ ഒരു ഇതിൻ്റെ റേഡിയസ് ആണ് സി. അപ്പം എ ബി സി എന്താണെന്നുള്ളത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ അറിഞ്ഞിരിക്കുക. ഇനി സപ്പോസ് ഈ എന്താ പറയുക, നമ്മൾ രണ്ട് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഈ സ്ട്രിങ് ഫിറ്റ് ചെയ്യുന്നതെന്ന് കരുതുക. ഞാൻ ആ ഡിഫറെൻറ്റ് മെറ്റീരിയൽസിനെ ഞാൻ രണ്ട് കളർ കൊണ്ട് ഇവിടെ മാർക്ക് ചെയ്യാണ്. ഓക്കെ, സോ ആ ഡിഫറെൻറ്റ് മെറ്റീരിയൽസിനെ ഞാൻ ഡിഫറെൻറ്റ് കളർ കൊണ്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് ആ ഡിഫറെൻറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ആയിരിക്കും. മ്യൂന്നും അതുപോലെ ഈ നിൽക്കുക ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ആയതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ആയിരിക്കും. അതുപോലെ ആ ഒരു ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുക മ്യൂ ഐ എന്നായിരിക്കും. സപ്പോസ് മ്യൂ ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നർ റേഡിയസിലുള്ള ഷാഫ്റ്റിൻ്റെ പോയ്സൺസ് റേഷ്യോ ആണ്. അതുപോലെ ഇ ഐ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇന്നർ റേഡിയസിലുള്ള ഷാഫ്റ്റിൻ്റെ യങ്സ് മോഡുലസ് ആണ്. ഓക്കെ, അതുപോലെ ഇ ഒ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡിലുള്ള ഹബിൻ്റെ യങ്സ് മോഡലായിരിക്കും ഇ ഒ. അപ്പോൾ ആ നോമൻക്ലേച്ചർ വെച്ചിട്ട് നിങ്ങൾ നെയിമിങ് കൊടുത്തോളാം. ഓക്കെ, സോ നമുക്കിതിൻ്റെ റേഡിയൽ ഇൻ്റർഫറൻസ് കണ്ടുപിടിക്കാൻ ഇതല്ലാതെ തന്നെ നമുക്കൊരു ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ പഠിച്ചു വെച്ചോളാം. ആ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുക. സോ ആ ഇക്വേഷൻ ഇതാണ്. ആ ടോട്ടൽ റേഡിയൽ ഇൻ്റർഫറൻസ് നമ്മുടെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയും അതുപോലെ പോയ്സൺസ് റേഷ്യോ വെച്ചിട്ടുള്ളൊരു റിലേഷനാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഇതങ്ങോട്ട് പഠിച്ചോളാം. കുറച്ച് വലിയൊരു എക്സ്പ്രഷൻ ആണെന്ന് അറിയാം, പക്ഷേ എങ്ങനെയായാലും നിങ്ങളിതൊന്ന് പഠിക്കാം. ഓക്കെ, ഇത് ബേസ് ചെയ്തിട്ട് പ്രോബ്ലം ഉണ്ടാകും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എങ്ങനെ പഠിക്കാൻ. അതുപോലെ ഇതിൽ നമുക്കറിയാത്ത ഒരേ ഒരു ടേം ഉണ്ട്. ഏതാണ്? പി സി എന്നുള്ളത്. പി സി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കോൺടാക്ട് പ്രഷറാണ്. കോൺടാക്ട് പ്രഷർ. ഓക്കെ, പി സി എന്ന് പറഞ്ഞാൽ കോൺടാക്ട് പ്രഷറാണ്. ഏതിൻ്റെ കോൺടാക്ട് പ്രഷർ? ആ ഹബും ഷാഫ്റ്റും തമ്മിലുള്ള ഒരു കോൺടാക്ട് പ്രഷറാണ് നമ്മൾ പി സി എന്നുള്ളത് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഷാഫ്റ്റിൻ്റെ അതായത് നമ്മുടെ ഇൻസൈഡ് സിലിണ്ടർ ഷാഫ്റ്റിൽ ആക്ട് ചെയ്യുന്ന റേഡിയൽ സ്ട്രെസ്സും ഹൂപ്പ് സ്ട്രെസ്സും കണ്ടുപിടിക്കണം. അതുപോലെ ഔട്ട്സൈഡ് സിലിണ്ടറിലായ ഹബിൽ ആക്ട് ചെയ്യുന്ന റേഡിയൽ സ്ട്രെസ്സും ഹൂപ്പ് സ്ട്രെസ്സും കണ്ടുപിടിക്കണം. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇൻസൈഡ് സിലിണ്ടറാണ് നമ്മൾ എന്ത് പറയുക? ഷാഫ്റ്റ്. അപ്പോൾ ഈ ഷാഫ്റ്റിൽ എന്താ സംഭവിക്കുന്നത്? ശരിക്കും ഷാഫ്റ്റിൽ എന്താ സംഭവിക്കുന്നത്? ഇന്നർ മെമ്പർ ഈസ് എക്സ്പീരിയൻസിങ്. എന്താണ് ഷാഫ്റ്റിനെ സംബന്ധിച്ച്? എക്സ്പീരിയൻസിങ് ആൻഡ് എക്സ്റ്റേണൽ പ്രഷർ.
PO equal to P, resulting compressive tangential and radial stress. ഓക്കെ, അതായത് ഇവിടെ ഞാൻ ചെറുതായിട്ട് വരയ്ക്കുന്നുണ്ട്. നമ്മുടെ ഒരു കോമ്പോസിറ്റ് സിലിണ്ടറാണ് അല്ലേ, ഇതൊരു കോമ്പോസിറ്റ് അല്ല, അത് ഷ്രിങ്ക് ഫിറ്റ് ആണ് നമ്മൾ ഇട്ട് കരുതുക. അപ്പം ഈ ഷാഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് നമ്മുടെ ഷാഫ്റ്റ് അല്ലേ. നമ്മുടെ ഈ ഷാഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എന്താ സംഭവിക്കുന്നത്, അതിനൊരു കംപ്രസീവ് എക്സ്റ്റേണൽ പ്രഷറാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ഈ ഒരു സംഭവം എക്സ്പാൻഡ് ചെയ്യുന്നത്, ഈ ഹബ്ബ് എക്സ്പാൻഡ് ചെയ്യുന്നത് അല്ലേ. ഈ ഒരു ഹബ്ബ് എന്താണ്, ഇതിൻ്റെ മേലേക്കൊരു കംപ്രസീവ് സ്ട്രെസ് കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു, തിക് സിലിണ്ടർ സബ്ജക്റ്റഡ് ടു എക്സ്റ്റേണൽ ലോഡിംഗ് എന്നുള്ളൊരു ഒരു കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കേസാണ് ഇവിടെ ശരിക്കും വരുന്നത്. ഓക്കെ അല്ലേ. ഇനി അതേപോലെ ഈ ഹബ്ബിനെ സംബന്ധിച്ചിടത്തോളം എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ഈ പുറമുള്ള ഹബ്ബിനെ സംബന്ധിച്ചിടത്തോളം എന്താ സംഭവിക്കുന്നത്, ഈ ഒരു ഷാഫ്റ്റ് എക്സ്പാൻഡ് ചെയ്യുന്നത് കാരണം അതിനൊരു ഇൻറ്റേർണൽ പ്രഷറാണ് ഈ ഹബ്ബിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ഹബ്ബിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ആക്ട് ചെയ്യുന്നത് എന്താണ്, ഒരു ഇൻറ്റേർണൽ പ്രഷർ ഔട്ട് സൈഡിലേക്കായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. സോ ഇൻസൈഡ് സിലിണ്ടറിൽ റേഡിയൽ സ്ട്രെസ് സിഗ്മ ആർ എത്രയാണ്, മൈനസ് പി ബി സ്ക്വയർ ബൈ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ഈ ഇക്വേഷൻ എവിടുന്ന് വന്നാ, ഈ ഇക്വേഷൻ നമ്മുടെ ലേമീസ് ഇക്വേഷനിൽ ടി ഒ ഈക്വൽ ടു പി എന്നുള്ളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് റേഡിയൽ സ്ട്രെസ്. ഓക്കെ, അത് ചെയ്താൽ നമുക്കിത് കിട്ടും. അപ്പോൾ അതാണ് ഞാൻ ആ ഒരു ഇക്വേഷൻ നിങ്ങളുടെ ബൈ ഹാർട്ട് പഠിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ലേമീസ് ഇക്വേഷനിൽ പി ഒക്ക് 0 ഇട്ട് കൊടുത്താൽ ഇത് ഓട്ടോമാറ്റിക്കലി കിട്ടും. അത് നിങ്ങൾ ഏതാ വെച്ചാൽ നിങ്ങളുടെ കൺവെൻസ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഹൂപ്പ് സ്ട്രെസ് കണ്ടുപിടിക്കണം. റേഡിയൽ സ്ട്രെസ് ആണ് നമ്മൾ, അതുപോലെ ഹൂപ്പ് സ്ട്രെസ് കണ്ടുപിടിക്കണം. ഹൂപ്പ് സ്ട്രെസ് സിഗ്മ തീറ്റ ഏതിൻ്റെ, ഷാഫ്റ്റിൻ്റെ. ഓക്കെ, അതും എന്ത് കിട്ടും, മൈനസ് പി ബി സ്ക്വയർ ബൈ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ആകെ ഒരേ ഒരു വ്യത്യാസം വരുള്ളൂ, എവിടെയായിരുന്നു, ഒരു പ്ലസ് സൈൻ മാത്രം കൊണ്ട് മാറും. ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഔട്ട് സൈഡ് സിലിണ്ടർ, ഇപ്പം നമ്മൾ ഷാഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞത്. ഇനി ഹബ്ബിനെ സംബന്ധിച്ചിടത്തോളം അതിൽ എന്താണ് സംഭവിക്കുന്നത്, അതൊരു ആ ഷാഫ്റ്റ് ഇൻറ്റേർണലി പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആ ഒരു ഹബ്ബിനെ. അപ്പോൾ അതിന് ആ ഇൻറ്റേർണലിയുള്ള ഷാഫ്റ്റ് പുഷ് ചെയ്യുന്നതിന് നമുക്ക് എന്ത് ആയിട്ട് കൺസിഡർ ചെയ്യാം, ആ ഒരു ഷാഫ്റ്റിനെ ഇൻറ്റേർണൽ പ്രഷർ മാത്രമായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു കണ്ടീഷനായിട്ട് നമുക്ക് കരുതാം. അതായത് നമ്മുടെ കണ്ടീഷൻ 1 അല്ലെങ്കിൽ കേസ് 1 വെച്ചിട്ട് നമുക്ക് ഇതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എഴുതിക്കൊള്ളാം, ആ ഔട്ട് സൈഡ് സിലിണ്ടർ, നമ്മുടെ ഔട്ട് സൈഡ് സിലിണ്ടർ അതായത് ഹബ്ബിനെ സംബന്ധിച്ചിടത്തോളം എന്താ സംഭവിക്കുന്നത്, ജസ്റ്റ് ഇവിടെ നോട്ട് ചെയ്യുന്നുണ്ട്. ഔട്ട് സൈഡ് മെമ്പർ experience only internal pressure, അതായത് പി ഐ മാത്രം. പി അവിടെ എന്തായിരിക്കും, 0. അപ്പോൾ ആ പി ഐക്ക് ഞാൻ പി എന്ന് കൊടുക്കുന്നത്. ഓക്കെ, ജനറലായിട്ട് പി എന്ന് കൊടുക്കുന്നത്. അപ്പോൾ അവിടുത്തെ റേഡിയൽ സ്ട്രെസ് എന്താ കണ്ടുപിടിക്കുക, എത്രയായിരിക്കും ഉണ്ടാവുക, ഷാഫ്റ്റ് ഹബ്ബിനെ സംബന്ധിച്ചിടത്തോളം റേഡിയൽ സ്ട്രെസ് സിഗ്മ ആർ എത്ര വരിക, പി ബി സ്ക്വയർ ബൈ സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് സി സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ഓക്കെ, ഈ ഔട്ട് സൈഡ് ആ ഒരു ഫിഗർ ഓർക്കുന്നില്ലേ നിങ്ങൾ, ആദ്യത്തെ ഇൻസൈഡ് ഡയമീറ്റർ എ, തൊട്ട് പുറത്തുള്ള ഡയമീറ്റർ ബി, അതിൻ്റെ പുറത്തുള്ളത് സി അല്ലേ, അങ്ങനെയായിരുന്നു നമ്മൾ മാർക്ക് ചെയ്ത് തരുന്നത്. അപ്പം ഹബ്ബ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു ഏരിയയിലെ ഹബ്ബ് എന്ന് പറഞ്ഞാൽ അല്ലേ, ഹബ്ബ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഹബ്ബിൻ്റെ ഡയമീറ്റർ പറഞ്ഞാൽ ബിയും സിയുമാണ്. ഓക്കെ, ഹബ്ബിൻ്റേത് ബിയും സിയുമാണ്, അതുകൊണ്ടാണ് നമ്മളിവിടെ ബിയും സിയും എടുത്തത്. ഓക്കെ, ഷാഫ്റ്റ് ആകുമ്പോൾ എന്തായിരിക്കും വരിക, എയും ബിയും ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ അത് അറിഞ്ഞിരിക്കുക. അപ്പോൾ റേഡിയൽ സ്ട്രെസ് കാണാനുള്ള ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് എന്താ ഹൂപ്പ് സ്ട്രെസ് കാണാനുള്ള ഇക്വേഷൻ വേണം. ഹൂപ്പ്
സ്ട്രെസ് സിഗ്മ തീറ്റ ദാറ്റ്സ് ഈക്വൽ ടു എന്താണ് പി ബി സ്ക്വയർ ബൈ സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ഈ ഇക്വേഷൻസ് എല്ലാം തന്നെ നമ്മുടെ ലേമീസ് ഇക്വേഷനാണ്. അതിൽ നമ്മൾ എന്താണ് ഓരോ കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കിട്ടും. അപ്പം ബേസിക്കലി നിങ്ങൾ എന്താണ് ലേമീസ് ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മതി അല്ലേ. അതിൽ ഓരോ കണ്ടീഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്താണ് ബാക്കി ഓരോ കാര്യങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും. സോ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലം പുഷ്പം പോലെ ചെയ്തു തീർക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിക്ക് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണ്. ഞാൻ ജസ്റ്റ് ആ വാല്യൂസ് ഒന്ന് മാറ്റിയിട്ടിട്ട് നിങ്ങൾക്ക് തന്നതേ. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എ ഫ്ലാറ്റ് സ്റ്റീൽ ഡിസ്ക് ഓഫ് 75 cm outside diameter is shrunk on a solid steel shaft of 50 cm. സോ നമുക്ക് ആ ഒരു ഫിഗർ ഒന്ന് വരച്ച് നോക്കാം. ഇതാണ് നമ്മുടെ ഫിഗർ. അപ്പം സ്റ്റീൽ ഡിസ്ക് ഓഫ് ഔട്ട്സൈഡ് ഡിസ്ക് ഓഫ് 75 cm ഔട്ട്സൈഡ് ഡയമീറ്റർ അല്ലേ. അപ്പോൾ ആ ഒരു ഔട്ട്സൈഡ് ഡയമീറ്റർ 75 cm ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാണ്. അതിനെ സി എന്ന് കൊടുക്കുകയാണ്. ആൻഡ് അത് ഡയമീറ്റർ ആണ് 75. അപ്പോൾ റേഡിയസ് എത്ര വരും? സി എന്ന് പറഞ്ഞാൽ 75/2 അല്ലേ, 37.5 കിട്ടും. അത്രയും സെൻറ്റിമീറ്റർ കിട്ടും. ഓക്കെ. പിന്നെന്താണ് ഔട്ട്സൈഡ് ഡയമീറ്റർ ഈസ് ഷ്രങ്ക് ഓൺ എ സോളിഡ് സ്റ്റീൽ ഷാഫ്റ്റ്. ഞാൻ ഈ സോളിഡ് സ്റ്റീൽ ഷാഫ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഓക്കെ. കാരണം എന്തുകൊണ്ടാണ് അവിടെ സോളിഡ് സ്റ്റീൽ ഷാഫ്റ്റ് എന്ന് പറയുന്നത്? അവിടെ ഇന്നർ റേഡിയസിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഇന്നർ റേഡിയസ് എന്ന് പറഞ്ഞാൽ എ. ഇവിടെ ബി മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇവിടെ ബി മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഒരു വാല്യൂ, അതായത് ഇതൊരു സോളിഡ് ഷാഫ്റ്റ് ആണ്, അവിടെ ബി മാത്രമേ ഉണ്ടാവുള്ളൂ. എന്തുകൊണ്ടാണ് അവിടെ എ 0 ആകാൻ കാരണം? അതിൽ സോളിഡ് ഷാഫ്റ്റ് അറിഞ്ഞിരിക്കും, അതിലുള്ള കംപ്ലീറ്റ് സോളിഡ് ആയിട്ട്, അല്ലെങ്കിൽ അതിനകത്തൊക്കെ മെറ്റീരിയൽസ് ഫില്ലായിട്ടുണ്ടാകും. ഹോളോ ഷാഫ്റ്റിലാണ് എന്ത് നടുവിലൊരു ക്യാവിറ്റി ഉണ്ടാവുക അല്ലേ, നടുവിലൊരു ക്യാവിറ്റി ഉണ്ടാവുക. നേരത്തെ നമ്മൾ ഇത്രയും കാലം പഠിച്ചത് അങ്ങനെയായിരുന്നു, നടുവിലൊരു ക്യാവിറ്റി ഉള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് 3 റേഡിയസ് ഉണ്ടാവും, എ എന്നുള്ളതും അതുപോലെ ബി എന്നുള്ളതും അതുപോലെ സി എന്നുള്ള 3 റേഡിയസ് ഉണ്ടാവും. ഈ ഒരു കേസിൽ അത് ഉണ്ടാവില്ല. കാരണം എന്താണ്, ഈ നടുവിലുള്ളത് ഒരു സോളിഡ് ഷാഫ്റ്റ് ആണ്. ഇതിപ്പോൾ ഒരു സോളിഡ് ഷാഫ്റ്റ് ആണ് വെച്ചാൽ ആകെ എന്താണ് ഈ സി എന്നുള്ള റേഡിയസും പിന്നെ ഈ സെൻറ്ററിൽ നിന്ന് ഇവിടെ വരെയുള്ള ഈ റേഡിയസിൽ ഉണ്ടാവുള്ളൂ. അപ്പം 2 റേഡിയസ് അവിടെ ഉണ്ടാവുള്ളൂ. എ എന്നുള്ള വാല്യൂ 0 ആയിരിക്കും. അപ്പം ഇതിൽ എ 0 ആയിരിക്കും. ബി എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? ബി എന്ന് പറഞ്ഞാൽ 50 cm ആണ് ഡയമീറ്റർ. അപ്പം 25 കിട്ടും. 50/2 25 കിട്ടും. ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഗിവൺ ഡാറ്റ ആയിട്ട് എഴുതിയെടുക്കാം. പിന്നെന്താണ്, ദ ഷ്രങ്ക് ഫിറ്റ് അലവൻസ് ഈസ് 1 പാർട്ടാണ്, പാർട്ട് 100, അതായത് 0.005 cm. ഓക്കെ. അപ്പം ഡെൽറ്റയും നമുക്ക് കിട്ടി. സോ നമുക്ക് ഗിവൺ ഡാറ്റാസ് എല്ലാം തന്നെ ഇവിടെ നിന്ന് എഴുതി വെക്കാം, എല്ലാം ഇങ്ങനെ പറഞ്ഞു പോകുന്നതിന് പകരം. ഓക്കെ. എന്തൊക്കെയാണ് ഗിവൺ ഡാറ്റാസ്? ഗിവൺ എന്തൊക്കെയാണ്? ആദ്യം തന്നെ എ ഈക്വൽ ടു 0. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു, സോളിഡ് ഷാഫ്റ്റ് ആയതുകൊണ്ടാണ് എൻ്റെ വാല്യൂ 0 ആയത്. ഓക്കെ. പിന്നെ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? സോളിഡ് ഷാഫ്റ്റിൻ്റെ എക്സ്റ്റേണൽ ഡയമീറ്റർ, അതായത് എക്സ്റ്റേണൽ റേഡിയസ്. ഡയമീറ്റർ നമുക്ക് തന്നത്, റേഡിയസ് ആകുമ്പോൾ എത്ര? 50/2 25 cm കിട്ടും. പിന്നെ സി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു സ്റ്റീൽ ഡിസ്കിൻ്റെ ഔട്ട്സൈഡ് ഡയമീറ്റർ, അത് 37.5 cm. പിന്നെ എന്താ നമുക്ക് തന്നത്? ഷ്രങ്ക് ഫിറ്റ് അലവൻസ് തന്നിട്ടുണ്ട് അല്ലേ. ഷ്രങ്ക് ഫിറ്റ് അലവൻസ് പറഞ്ഞാൽ നമ്മുടെ ഡെൽറ്റ ആയിരുന്നു. ഡെൽറ്റ എത്രയാണ്? 0.005 ആണ്. ഓക്കെ. പിന്നെ നമുക്ക് എന്താ തന്നത്? യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട് അല്ലേ. യങ്സ് മോഡുലസ് എത്രയാണ്? 200 GPa അത് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡെൻസിറ്റി തന്നിട്ടുണ്ട്. എത്രയാണ്? 7800 kg/m³ തന്നിട്ടുണ്ട്. ഓക്കെ. ഫൈൻഡ് ദ സ്ട്രെസ് ഡ്യൂ ടു ഷ്രങ്ക് ഫിറ്റ്. ഓക്കെ. അതായത് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്, നമ്മൾ ഈ ഒരു ഹീറ്റ് ചെയ്ത് കൂൾ ചെയ്യുമ്പോൾ, ഷ്രങ്ക് ഫിറ്റ് ചെയ്യുമ്പോൾ അതിൽ ഡെവലപ്പ് ചെയ്യുന്ന റേഡിയൽ സ്ട്രെസ്സും ഹൂപ്പ് സ്ട്രെസ്സും കണ്ടുപിടിക്കാനാണ്. നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ പ്രോബ്ലത്തിൽ നിന്ന് കഴിഞ്ഞ സെക്ഷനിൽ ഡിസ്കസ് ചെയ്ത ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് കിട്ടും. ഓക്കെ. അപ്പോൾ അതാണ് ആദ്യത്തെ കണ്ടുപിടിക്കേണ്ടത്. രണ്ടാമത് കണ്ടുപിടിക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. അറ്റ് വാട്ട് RPM വിൽ ദ ഷ്രങ്ക് ഫിറ്റ് ലൂസൺ അപ്പ്. അതായത് ഒരു പർട്ടിക്കുലർ RPMൽ ഈ ഒരു സപ്പോസ് ഈ ഒരു സിലിണ്ടർ റൊട്ടേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ആ ഒരു ഫിറ്റ് ലൂസ് ആകാൻ ചാൻസ് ഉണ്ട്. കാരണം എന്തുകൊണ്ടാണ്? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊണ്ട് ചിലപ്പോൾ ഈ ഒരു ഫിറ്റ് ലൂസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു RPM കൂടെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു RPMലുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഇക്വേഷൻ ഞാൻ പറഞ്ഞുതരാം. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനുള്ള ടോപ്പിക്കാണ്. റൊട്ടേറ്റിംഗ് ഡിസ്കിൽ വരുന്നൊരു ടോപ്പിക്കാണ് ശരിക്കും ഇത്. ഇതെല്ലാം ഈ ഒരു ക്വസ്റ്റ്യൻ
മറ്റു പാർട്ട് നമ്മൾ ഈ പഠിക്കുന്ന സ്ട്രിംഗ് ഫിറ്റിൽ വരുന്നതാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഗിവൺ ഡാറ്റയായിട്ട് തന്നത്. ഒരു കാര്യം കൂടി തന്നിട്ടുണ്ടായിരുന്നു, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. മ്യൂ ഈസ് ഇക്വൽ ടു എന്താണ് 0.3 പോയ്സൺസ് റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് തന്നത്. ഇതിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, ഇതിൽ രണ്ടും സെയിം മെറ്റീരിയലാണ് അല്ലേ, രണ്ടും സ്റ്റീൽ തന്നെയാണ് അല്ലേ, ഇവിടെയും സ്റ്റീലാണ് ഇവിടെയും സ്റ്റീലാണ്. അപ്പോൾ നമുക്ക് കുറേ ഒരു പണി കുറഞ്ഞു കിട്ടി. കാരണം എന്താണ്, രണ്ടിൻ്റെയും പോയ്സൺസ് റേഷ്യോ അതുപോലെ യങ്സ് മോഡുലസും സെയിം ആയിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ടും നമ്മൾ സെപ്പറേറ്റ് എടുക്കണമായിരുന്നു. അപ്പോൾ ആ കാര്യം നമുക്ക് കുറഞ്ഞു കിട്ടി. സോ നമുക്ക് റേഡിയൽ ഇൻ്റർഫറൻസിൻ്റെ ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്കതിലൊരു അൺനോൺ ഉണ്ട്. എന്തായിരുന്നു അൺനോൺ? നമുക്ക് ആ സ്ട്രെസ് കാണണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് പ്രഷർ കണ്ടുപിടിക്കണം അല്ലേ, PC കണ്ടുപിടിക്കണം. അപ്പോൾ ആ ഒരു അൺനോൺ ആദ്യം എത്രയാണെന്ന് അറിയണം. അതിന് നമുക്ക് ഓൾറെഡി എല്ലാ ഡാറ്റാസും ഗിവൺ ആണ്, ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സോ നമുക്കതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അതിന് മുമ്പ് നമുക്കൊരു ഇൻ്റെ വാല്യൂ നമുക്കൊന്ന് മാറ്റണം. ഇതിപ്പം ജിഗാ പാസ്കലല്ലേ, ഇത് സെൻറ്റിമീറ്ററിലാണ് വരുന്നത് അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് സെൻറ്റിമീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യാം. സെൻറ്റിമീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 200 × 10⁵ ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിട്ട് കിട്ടും. ഓക്കെ, ഞാൻ കാരണം എല്ലാ യൂണിറ്റും കോമൺ ആക്കി എടുത്തതാണ്. ഇനി നിങ്ങൾക്ക് അതല്ല ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലേക്ക് ആക്കിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ബീൻ്റെയും ഈ രണ്ട് വാല്യൂസും നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മീറ്ററിലേക്ക് ആക്കുക. സെൻറ്റിമീറ്റർ എന്ത് വേണമെങ്കിൽ നിങ്ങളുടെ കൺവീനിയൻറ്റ് യൂണിറ്റിലേക്ക് എടുത്ത് ചെയ്യുക, പക്ഷേ എല്ലാ യൂണിറ്റും സെയിം ആയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് സൊല്യൂഷൻ നോക്കാം. അതുപോലെ ഇവിടെയും സെൻറ്റിമീറ്റർ ആണ്. സോ നമ്മുടെ റേഡിയൽ ഇൻ്റർഫറൻസ് ഫിറ്റ് എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്തായിരുന്നു, റേഡിയൽ ഇൻ്റർഫറൻസ് ഫിറ്റ്. സോ ഇതാണ് നമ്മുടെ റേഡിയൽ ഇൻ്റർഫറൻസിൻ്റെ ഇക്വേഷൻ. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെയിം മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്താം, സെയിം മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ E1 EI ഈക്വൽ ടു, അതായത് യങ്സ് മോഡുലസ് ഓഫ് ഇന്നർ മെറ്റീരിയൽ ഈക്വൽ ടു യങ്സ് മോഡുലസ് ഓഫ് ഔട്ടറും, അതുപോലെ പോയിസൺസ് റേഷ്യോ ഓഫ് ഇൻസൈഡ് മെറ്റീരിയൽ ഈക്വൽ ടു പോയിസൺസ് റേഷ്യോ ഓഫ് ഔട്ട് സൈഡും. അപ്പം ഈക്വൽ ടു നമുക്ക് ജനറലായിട്ട് എന്ന് എഴുതാം. ആൻഡ് എല്ലാ വാല്യൂസ് നമുക്ക് ഗിവൺ ഡാറ്റയാണ്. സോ ആ വാല്യൂസ് ഒക്കെ ഇതിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ശ്രദ്ധിച്ച് നോക്കുക. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ 0.005 സെൻറ്റിമീറ്റർ ഈക്വൽ ടു PC, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട അൺനോൺ അല്ലേ, ഇൻറ്റു 25/200 × 10⁵ ഇൻറ്റു 25 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ. അത് ഞാനിവിടെ എഴുതുന്നില്ല. ഓക്കെ, നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഇവിടെ പ്ലസ് വേണമെന്നുണ്ടെങ്കിൽ എഴുതിക്കളാം, നീ കൺഫ്യൂഷൻ ആവണ്ട. 25 സ്ക്വയർ, കാരണം എൻ്റെ വാല്യൂ ആണ് അവിടെ 0 ആയി പോയത്, മൈനസ് 0.3 പ്ലസ് വീണ്ടും PC ഇൻറ്റു 25/200 × 10⁵ ഇൻറ്റു 37.5 സ്ക്വയർ പ്ലസ് 25 സ്ക്വയർ ബൈ 37.5 സ്ക്വയർ മൈനസ് 25 സ്ക്വയർ പ്ലസ് 0.3. ഓക്കെ, ഇതിൽ നിന്നും നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എന്ത് കിട്ടും, ഞാൻ സിംപ്ലിഫിക്കേഷൻ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാണ്, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ കോൺടാക്റ്റ് പ്രഷർ PC കിട്ടും, ഏകദേശം ദാറ്റ്സ് ഈക്വൽ ടു 1.11 × 10⁻³ ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ നമുക്ക് കിട്ടും. ഓക്കെ, സോ നമ്മുടെ സ്റ്റീൽ ഡിസ്ക്, അതായത് ഔട്ടറിലുള്ള സ്റ്റീൽ ഡിസ്കിനെ സംബന്ധിച്ചിടത്തോളം അതിലുള്ള റേഡിയൽ സ്ട്രെസ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ഓക്കെ, റേഡിയൽ സ്ട്രെസ് ഫോർ സ്റ്റീൽ ഡിസ്ക്. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക റേഡിയൽ സ്ട്രെസ് ഫോർ സ്റ്റീൽ ഡിസ്ക്, σr. ദാറ്റ് ഈസ്, നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ടായിരുന്നു, കഴിഞ്ഞ കുറച്ച് മുന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എന്തായിരുന്നു, PB² ബൈ C² മൈനസ് B² ഇൻറ്റു R² മൈനസ് C² ബൈ R² അല്ലേ. ഇതിൽ നമുക്ക് എന്താണ്, ഔട്ടർ റേഡിയസിലുള്ള റേഡിയൽ സ്ട്രെസ് കാണാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ജസ്റ്റ് ആറിന് σr അറ്റ് r = C. ഇതിൻ്റെ മീനിങ് എന്താണ്, ഔട്ടർ റേഡിയസിലുള്ള റേഡിയൽ സ്ട്രെസ്. ഓക്കെ, ഞാൻ വീണ്ടും എഴുതുന്നില്ല, അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഔട്ടർ റേഡിയസിലുള്ള റേഡിയൽ സ്ട്രെസ് അതെന്ന് പറഞ്ഞാൽ, ഇല്ലെങ്കിൽ നമ്മുടെ ഡിസ്കിൻ്റെ മുകളിലുള്ള സ്റ്റീൽ ഡിസ്കിൻ്റെ മുകളിലുള്ള റേഡിയൽ സ്ട്രെസ് അതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ആറിൻ്റെ സ്ഥാനത്ത്
സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? പി ബി സ്ക്വയർ ബൈ സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇൻറ്റു സി സ്ക്വയർ മൈനസ് സി സ്ക്വയർ. ഓ, അത് ന്യൂമറേറ്റർ തന്നെ 0 ആയിട്ടുണ്ട്. അപ്പം ആ മൊത്തം ടേംസും 0യിലേക്ക് കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് റേഡിയൽ സ്ട്രെസ് അറ്റ് സ്റ്റീൽ ഡിസ്ക് ഔട്ടർ റേഡിയസിലുള്ള റേഡിയൽ സ്ട്രെസ് 0 കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഇനി അടുത്തായിട്ട് സ്റ്റീൽ ഷാഫ്റ്റിലുള്ള റേഡിയൽ സ്ട്രെസ്സും അതുപോലുള്ള ഹൂപ്പ് സ്ട്രെസ്സും കണ്ടുപിടിക്കാം. ഫോർ solid shaft, radial stress സിഗ്മാറിൻ്റെ വാല്യൂ എത്രയാണ്? ഈക്വൽ ടു മൈനസ് പി ബി സ്ക്വയർ ബൈ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ഈ ഇക്വേഷൻ കണ്ടിട്ട് അന്തം വിട്ടൊന്നും വേണ്ട, ഇത് നമ്മൾ കഴിഞ്ഞ സെഷനിൽ എടുത്തതാണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ലൈബ്നിസ് ഇക്വേഷൻ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇത് കിട്ടും. ഓക്കെ, റെഡി അല്ലേ? ഇനി നമുക്ക് എന്താണ് റേഡിയൽ സ്ട്രെസ് അറ്റ് ആർ ഈക്വൽ ടു ബി കണ്ടുപിടിക്കാം. ആർ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ എന്തായിരിക്കും? എയും 0 ആയിരിക്കും കേട്ടോ. അവിടെ എയും 0 ആയിരിക്കും. ആ കാര്യം കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. എയും 0 ആയിരിക്കും ആ കണ്ടീഷനിൽ. അപ്പോൾ എത്ര വരും? ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എ 0 ആകും. അപ്പോൾ ഈ ഒരു ടേം 0 ആകും. അതുപോലെ ഈ ഒരു ടേം 0 ആകും. ഇവിടെ 1 ആയി വരും. അപ്പോൾ എത്ര കിട്ടും? അവിടെ ബാക്കി എത്ര വരും? മൈനസ് പി ബി സ്ക്വയർ ബൈ ബി സ്ക്വയർ വരും അല്ലേ? അതായത് മൈനസ് പി കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഹൂപ്പ് സ്ട്രെസ് കണ്ടുപിടിക്കണം. ഹൂപ്പ് സ്ട്രെസ് എത്ര കിട്ടുക? സിഗ്മ തീറ്റ അറ്റ് ആർ ഈക്വൽ ടു ബി മൈനസ് പി ബി സ്ക്വയർ ബൈ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ഓക്കെ, ആർ സ്ക്വയർ. സോ ഇതും സെയിം ആയിട്ട് തന്നെ കിട്ടും നമുക്ക് അല്ലേ? എന്താണ്? കാരണം ഇവിടെ എൻ്റെ വാല്യൂ 0 ആണ്. എൻ്റെ വാല്യൂ 0 ആണ്. ആറും ക്യാൻസലായി, ബി സ്ക്വയറും ക്യാൻസലായി. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് പി. ഇതിൽ നിന്ന് നമുക്കൊരു ഐഡൻറ്റിറ്റി കൂടെ കിട്ടുന്നതാണ്. എന്ത്? ആ ഒരു പോയിന്റ്, അതായത് നമുക്ക് ഒരു സോളിഡ് ഷാഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? സിഗ്മ ആർ ആൻഡ് സിഗ്മ തീറ്റ ഈസ് ഈക്വൽ അറ്റ് എ വെരി പോയിന്റ് ഇൻ സോളിഡ് ഷാഫ്റ്റ്. ഒരു സോളിഡ് ഷാഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതിലുള്ള റേഡിയൽ സ്ട്രെസ്സും ഹൂപ്പ് സ്ട്രെസ്സും എല്ലാ പോയിന്റിലും സെയിം ആണെന്നുള്ള ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? സോ ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും നമുക്ക്? രണ്ടും സെയിം ആണെന്ന് പറഞ്ഞത്. സിഗ്മ ആർ ഈസ് ഈക്വൽ ടു സിഗ്മ തീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് പി ആണ് അല്ലേ? അപ്പം പിൻ്റെ വാല്യൂ എത്രയായിരുന്നു? മൈനസ് 1.11 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഔട്ടർ സ്റ്റീൽ ഡിസ്കിലെ ഹൂപ്പ് സ്ട്രെസ് കണ്ടുപിടിക്കാം. സോ ഹൂപ്പ് സ്ട്രെസ് ഫോർ ഔട്ടർ സ്റ്റീൽ ഡിസ്ക് സിഗ്മ തീറ്റ, അതിൻ്റെ ഇക്വേഷനാണ് പി ബി സ്ക്വയർ ബൈ സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് എന്താണ് സി എന്നുള്ള സെക്ഷനിലും, അതായത് ഔട്ടർ റേഡിയസിലും അതുപോലെ അതിൻ്റെ ഇന്നർ റേഡിയസിലുള്ളതും കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് ഔട്ടർ റേഡിയസിൽ കണ്ടുപിടിക്കുക എന്താണ്? സിഗ്മ തീറ്റ അറ്റ് ആർ ഈക്വൽ ടു സി. അതായത് എത്ര കിട്ടും? ആറിൻ്റെ വാല്യൂ ഈ ഒരു ഇക്വേഷനിൽ ആറിൻ്റെ സ്ഥാനത്തൊക്കെ നമ്മൾ സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? 2 പി ബി സ്ക്വയർ ബൈ സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ കിട്ടും. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എത്ര കിട്ടും? 2 ഇൻറ്റു 1.1 ഇൻറ്റു 10³ ഇൻറ്റു 25 സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ 37.5 സ്ക്വയർ മൈനസ് 25 സ്ക്വയർ. ഇത് ചെയ്താൽ നമുക്ക് ഏകദേശം 1776 ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടും. ഓക്കെ, ഇനി നമുക്കതുപോലെ
സിഗ്മ തീറ്റ അറ്റ് ഇന്നർ റേഡിയസ് കണ്ടുപിടിക്കണം. ആ ഔട്ടർ ഹബിൻ്റെ ഇന്നർ റേഡിയസിൽ കണ്ടുപിടിക്കണം. അപ്പോൾ ആറിൻ്റെ സ്ഥാനത്ത് ബി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഞാനത് ചെയ്യുന്നില്ല, നിങ്ങളും ചെയ്ത് നോക്കുക. 1.11 ഇൻറ്റു 10 ക്യൂബ് ഇൻറ്റു എത്ര കിട്ടും? 37.5 ഹോൾ സ്ക്വയർ പ്ലസ് 25 സ്ക്വയർ ബൈ 37.5 ഹോൾ സ്ക്വയർ മൈനസ് 25 സ്ക്വയർ. ഇത് ചെയ്ത് നമുക്ക് 2886 ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഫൈനലായിട്ട് കണ്ടുപിടിക്കേണ്ടത്, ഇല്ലെങ്കിൽ നമ്മളൊരു റൊട്ടേറ്റിംഗ് സിലിണ്ടറിനെ സംബന്ധിച്ചിടത്തോളം ഹൂപ്പ് സ്ട്രെസ് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, അത് നമ്മൾ അടുത്ത സെക്ഷനിൽ പഠിക്കും, റൊട്ടേറ്റിംഗ് ഡിസ്ക് എന്നുള്ള സെക്ഷനിൽ പഠിക്കും. തൽക്കാലം ഇപ്പം ഈ ഒരു ഫൈനൽ എക്സ്പ്രഷൻ അറിഞ്ഞിരിക്കുക. ഓക്കെ, അതായത് ഹൂപ്പ് സ്ട്രെസ് ഫോർ റൊട്ടേറ്റിംഗ് സിലിണ്ടർ ഈസ് സിഗ്മ തീറ്റ. ഇതൊരു റൊട്ടേറ്റ് ചെയ്യുന്ന സിലിണ്ടറിന് മാത്രമേ ഉണ്ടാവുക സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം. അപ്പോൾ അതിൻ്റെ ഡയറക്റ്റ് ഇക്വേഷൻ ഞാൻ എഴുതി വെക്കുന്നുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാണ്ട്. അപ്പം തൽക്കാലം നിങ്ങൾ ഇക്വേഷൻ പഠിച്ചേക്കുക. ഈസ് സിഗ്മ തീറ്റ ഇസ് ഇക്വൽ ടു 1 മൈനസ് മ്യൂ ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു ഒമേഗ സ്ക്വയർ ബി സ്ക്വയർ ബൈ 4. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ എല്ലാ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഹൂപ്പ് സ്ട്രെസ്സിൻ്റെ 1.1 ഇൻറ്റു 10⁶ ഈസ് ഇക്വൽ ടു 1 മൈനസ് 0.3, മ്യൂവിൻ്റെ വാല്യൂ 0.3, ഡെൻസിറ്റി 7800 ഇൻറ്റു ഒമേഗ സ്ക്വയർ ഇൻറ്റു 0.25 സ്ക്വയർ. നമ്മളിവിടെ മീറ്ററിലേക്ക് വെച്ചിട്ടാട്ടോ എടുക്കുന്നത്, കാരണം നമുക്ക് RPS-ലാണ് കിട്ടുന്നത്. റൊട്ടേഷൻ പെർ മിനിറ്റാണ് വേണ്ടത്, അല്ലാണ്ട് റൊട്ടേഷൻ പെർ സെൻറ്റിമീറ്റർ അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാത്തിനും മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ 4. ഇതിൽ നിന്നും നമുക്ക് ഈ ഒമേഗേൻ്റെ വാല്യൂ കണ്ടെത്താൻ കഴിയും. അതായത് ഏകദേശം സോൾവ് ചെയ്ത് നമുക്ക് ഒമേഗേൻ്റെ വാല്യൂ 360.7 RPM കിട്ടും. ഓക്കെ, സോ അറിയാം ഇതൊരു വളരെ ലെങ്തി ആയിട്ടുള്ളൊരു പ്രോബ്ലം ആയിരുന്നു എന്നുള്ളത്. ഇതൊരു പ്രാവശ്യമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക, ഇത്രയും ഡിഫിക്കൽട്ട് പ്രോബ്ലംസും കയറി വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. സോ എന്തായാലും പഠിക്കരുത്. നമുക്ക് ഇതിൽ തന്നെ വളരെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് തിക്ക് സിലിണ്ടറും അതുപോലെ റൊട്ടേറ്റിംഗ് ഡിസ്കുമാണ് ഈ സ്ട്രിങ് ഫിറ്റിനേക്കാളും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കുക. അത് നിങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തത്. വീണ്ടും വീണ്ടും ആവർത്തിച്ച് കണ്ട് ഈ പ്രോബ്ലം മനസ്സിലാക്കുക. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ആസ്ക്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ